ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു മങ്കട മീൻ കറി എന്ന് വെക്കുന്നത്. അതിനായിട്ട് മീൻ മേടിക്കാൻ മീൻ മാർക്കറ്റിൽ ചെന്ന് നല്ല മുഴുത്ത മീൻ നോക്കി നമ്മളങ്ങ് മേടിച്ചു. മീൻ വെട്ടത്തിന് നമ്മളങ്ങ് മേടിച്ചു. വീട്ടിൽ നിന്ന് വെട്ടണ്ടല്ലോ. വീട്ടിലേക്ക് ചട്ടിയിലേക്ക് നമുക്ക് അങ്ങനെ കഴുകാം. വൃത്തിയായിട്ട് കഴുകണം, അല്ലെങ്കിൽ ചെളിയൊന്നും പോകത്തില്ല. നമ്മൾ 3 വലിയ മീനാണ് വൃത്തിയായിട്ട് കഴുകി മാറ്റി വെക്കുക. അഴുക്കൊന്നും പോകത്തില്ല. നമ്മൾ നല്ല രീതിയിൽ കഴുകിക്കുക. അടുത്തതായി നമ്മൾ എരിഞ്ഞ് വെച്ച് സവോള, ഇഞ്ചി, വെളുത്തുള്ളി പിന്നെ എരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ചട്ടി വെച്ചൊന്ന് ചൂടാകട്ടെ. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അന്നുകൂടെ നല്ലൊരു മൂക്കട്ടെ. നല്ല ചൂടായിരുന്നു നമുക്കറിയാതെ. ശകലം കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യം എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലപോലെ മൂത്തുമ്പോൾ ഇതിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ മൂക്കട്ടെ. ഇതുകൂടി അങ്ങ് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച വെളുത്തുള്ളി, ഉള്ളി എല്ലാം ഇട്ട് ചുട്ടിലേക്ക് ഇടുക. ശേഷം എല്ലാം കൂട്ടി ഇളക്കുക. ഇതൊന്ന് വഴന്ന് വരുന്ന നേരം നമ്മൾ ഇടയ്ക്ക് ഇളകി കൊടുത്താൽ അടിയിൽ പിടിക്കാതെ. നല്ലവണ്ണം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ആകട്ടെ നന്നാകട്ടെ. ഏകദേശം ബ്രൗൺ കളറാവും. ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം പൂർണ്ണ ഒഴുകുന്നതിന് ശേഷം നമുക്കിതിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നല്ലോണം ഇളക്കുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. നല്ലോണം മൂക്കട്ടെ. നല്ലോണം ഇളക്കി കൊടുക്കണം. മുളക് പൊടി പിടിച്ച് കഴിഞ്ഞ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഈ മുളക് പൊടി നല്ല രീതിയിലായി കഴിഞ്ഞ് ഒഴിച്ചാൽ മതി. അതാകട്ടെ. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് പുളിവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. മുളക് പൊടിയും പുളിയെല്ലാം ചേർത്ത് ഇളക്കി ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുത്ത് മൂടി വെക്കണം. നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. അത് തിളക്കേണ്ട നല്ല രീതിയിൽ. ഉപ്പൂടെ ആവശ്യം ഇട്ട് കൊടുത്തോളെ. ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കുക. ഏകദേശം മീൻ കറി നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കഷ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കഷ്ണമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. മുഴുത്ത കഷ്ണമാണ് പതുക്കി ഇട്ടാൽ മതി, അതിനെ തീറിക്കും. ഒരു കഷ്ണമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണമെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത്
നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. എന്നാൽ മീൻ എല്ലായിടത്തും ഒന്നാകുന്ന വിധത്തിലേ ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ശേഷം ഒരു കരിവേപ്പിലയോടെ ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ചാൽ മതി. ലാസ്റ്റ് ചൂടാനായിട്ട് നമ്മൾ കരിവേപ്പില ആഡ് ചെയ്യുന്ന കരിവേപ്പില നല്ലതാണ്. 15 മിനിറ്റ് ശേഷം നമ്മൾ മീൻകറി ആയിട്ടുണ്ട്. നല്ല മങ്കട മീൻകറി റെഡിയായി കഴിയും. ശേഷത്തിൽ കരിവേപ്പില ആഡ് ചെയ്ത് മൂടി വെക്കണം. ഇത് നല്ല രീതിയിൽ ഇളക്കി അതിൻ്റെ പേരാണ് എണ്ണയോട് ചേർന്ന് ആഡ് ചെയ്ത് കൊടുത്തോളാം. മൂടി വെച്ച് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. കൂടി നമ്മുടെ മങ്കട മീൻകറി റെഡി ആയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.